ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു മസാല ദോശയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. കൂടെ ഒരു സാമ്പാറും ചമ്മന്തിയും ഉണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ ഉഴുന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായി മുറിച്ചതും ചേർത്ത് വഴറ്റി കൊടുക്കുക. 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് എന്നിവ ചെറുതായി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു സവാളയുടെ പകുതി ചെറുതായി മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തലേന്ന് രാത്രി കുതിർത്ത് വെച്ച 1/4 കപ്പ് ഗ്രീൻ പീസും, ഒരു വലിയ ക്യാരറ്റ് ചെറുതായി മുറിച്ചതും, ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചതും, ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നെയ്യ് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് നന്നായി വേവിക്കാം. മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 50 ഗ്രാം പരിപ്പ് കുതിർത്ത് വെച്ചതും, 10 ചുവന്നുള്ളിയും, ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം മത്തൻ, ഒരു ചെറിയ കഷ്ണം ഇളവൻ എന്നിവ അരിഞ്ഞതും, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, 3 വെണ്ടക്ക 2 കഷ്ണമാക്കിയതും, 2 തക്കാളി മുറിച്ചതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതും, കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ സാമ്പാർ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പാകത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് കുക്കർ അടുപ്പത്ത് വെച്ച് വേവിക്കാനായിട്ട് വെക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ, 2 ചുവന്നുള്ളി, 3 വെളുത്തുള്ളി, പാകത്തിനുള്ള ഉപ്പ്, 3 പച്ചമുളക്, കുറച്ച് പുളി, ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവ എടുത്ത് മിക്സിയിൽ അരച്ചെടുക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഉണക്കമുളക്, കറിവേപ്പില, കടുക് എന്നിവ ഇട്ട് വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കാം. മസാല ദോശയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി ഉടച്ചു കൊടുക്കാം. ദോശക്കുള്ള മാവ് 1 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/4 ഗ്ലാസ് ചോറ്, 1 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ കണക്കാക്കി അരച്ചെടുത്ത മാവാണിത്. ഇനി നമുക്ക് ദോശപ്പാൻ ചൂടായതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് ദോശ ചുട്ടെടുക്കാം. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ മസാല വെച്ച് കൊടുക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മസാല ദോശ സാമ്പാറിന്റെയും ചമ്മന്തിയുടെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.